എന്നിട്ട് ഞാൻ രാജീവിനോട് പറഞ്ഞു, രാജീവ് എനിക്ക് ട്രിവാൻഡ്രത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട്, അപ്പോൾ റെക്കോർഡിംഗ് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പോയിട്ട് വേഗം വരാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് പതുക്കെ മുങ്ങി. എന്നിട്ട് മുങ്ങിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അതൊന്നും അവരെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടനാണ് എനിക്ക് എല്ലാത്തിനും ധൈര്യം തരുന്നത്. ചേട്ടൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണം, നീ പോയിട്ട് ചെയ്യ്, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചേട്ടൻ ദൈവത്തിൻ്റെ ഭയങ്കര വിശ്വാസിയാണ്. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ രാജീവ് വിളിച്ചു വാടാന്ന് പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പോയി പിന്നെ നമ്മൾ ഫസ്റ്റ് റീൽ തൊട്ട് ഞാൻ പിന്നെ കമ്പോസിങ് തുടങ്ങി. എങ്ങനെയൊക്കെയോ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവിടെ സെല്ലോ വായിക്കുന്ന ആൾ, വിയോള വായിക്കുന്ന ആൾ, വയലിൻ വായിക്കുന്ന ആൾ, പിന്നെ ഗിറ്റാർ വായിക്കുന്ന, അങ്ങനെ അടുത്ത മെയിൻ ആളുകളെ ഞാൻ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യുകയാണ്. കമ്പോസ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്തു. വിയോള വായിക്കുന്ന ആൾക്ക്, കീബോർഡ് വായിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ പലർക്കും അത് കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം രാവിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് കയറുകയാണ്. ഞാൻ കയ്യും കാര്യം കിടന്ന് പറഞ്ഞിട്ട് വയ്യ, എന്തൊക്കെയാണ് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ആളുകൾ എന്നെ ചീത്ത വിളിക്കുകയോ ഇവരൊക്കെ എന്നെ ചീത്ത വിളിക്കുന്ന ഒരു പിടിയില്ല. ഞാൻ ചെല്ലുന്നു. അപ്പോൾ അസിസ്റ്റൻറ്റ് നോട്ട്സ് കൊടുത്തു. അങ്ങനെ എല്ലാവരെ കൊണ്ടും വായിപ്പിക്കുന്നു. അന്ന് ഒരു 100 പേരോളം ഉണ്ടാവും ഓർക്കസ്ട്രയൊക്കെ ആയിട്ട്. ഒരു 40 പേര് വയലിൻസ് ഉണ്ടായിരുന്നു. പിന്നെ 6 വിയോള ഉണ്ടായിരുന്നു, 3 സെല്ലോ, ഒരു ഡബിൾ ബേസ്, ഓബോ വായിക്കാൻ വേണ്ടി നമ്മൾ ബോംബെ എന്നാണ് ഒരാൾ വരുത്തിയത്. പിന്നെ ഒരു പിയാനോ നമ്മൾ ഒരു ലോറിയിൽ കയറ്റിയിട്ടാണ് പിയാനോ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വൺ സെറ്റപ്പാണ്. സ്റ്റുഡിയോയിൽ ഇതുപോലെ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അടുത്ത അത്. എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് വയ്യ, എനിക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ബിറ്റ് ഒന്ന് റിഹേഴ്സലെല്ലാം കഴിഞ്ഞിട്ട് പടത്തിനോട് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മാച്ച് ആവണം. ഇതിൽ എനിക്ക് എന്താ ഒരു പിടിയും കിട്ടണില്ല. അങ്ങനെ അവർ ഫസ്റ്റ് ബിറ്റ് വായിച്ച് അതെടുത്തിട്ട് ജിജോ സാർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു, രാജീവ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ചെറിയ സമാധാനമായി. എന്നാലും ഇനി അടുത്തത് എങ്ങനെയാണ് വരണമെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ വീണ്ടും അടുത്ത ബിറ്റ് എടുക്കുന്നു. അങ്ങനെ എന്തോ ആ ഫിലിം കംപ്ലീറ്റ് റെക്കോർഡിങ് കഴിഞ്ഞ് എല്ലാവരും വന്ന് ഉഗ്രനായിട്ട് മറ്റേതോണം മറിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ സീനിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ നിൻ്റെ മ്യൂസിക് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രഘുനാഥ് പലവരെയും എല്ലാവരും വന്ന് അങ്ങനെ അവരുടെ സന്തോഷം പങ്കുവെച്ചു. അപ്പോഴാണ് ഒരു സമാധാനം ആയത്. അങ്ങനെ പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മടങ്ങി. ഈ പടം ഇറങ്ങണമെന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരുപാട് പിന്നെ പടങ്ങളൊക്കെ ഓഫർ ചെയ്തു, പലരും വിളിക്കുകയുണ്ടായി. പിന്നെ ഇറങ്ങിയതിന് ശേഷം പടം കുഴപ്പമില്ലാണ്ട് പോയി, പാട്ടും ഹിറ്റായി. പക്ഷേ പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ചാൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും വയലിനെടുത്തിട്ട് തരങ്ങണിയിലും ചിത്രാഞ്ജലിയിലൊക്കെ റെക്കോർഡിങ്ങിന് വീണ്ടും പോയി തുടങ്ങി. അങ്ങനെ പിന്നീട് എനിക്ക് വേറെ ഏതൊക്കെ അലി അക്ബർ എന്ന് പറഞ്ഞൊരു എൻ്റെ സുഹൃത്ത് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മാമലകൾക്കപ്പുറത്ത് എന്ന് പറഞ്ഞൊരു ഫിലിമ തോന്നുന്നുണ്ട്, എനിക്ക് പേരൊന്നും കൂടെ ഓർമ്മയില്ല. അതിനകത്ത് അപ്പോൾ എൻ്റെ ലിറിക്സ് എന്നോട് പറഞ്ഞു, ഞാനാണ് എഴുതുന്നത്, പിന്നെ എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അത് പിന്നെ ഒരു പക്ക ഫോക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ശരി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഏതോ ഒരു വയനാട്ടിലുള്ള പിന്നെ ഒരു ഫോക്ക് ഒരു മ്യൂസിക് എന്നെ കേൾപ്പിച്ചു. ആ ഒരു മൂഡാണ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നും പറഞ്ഞ് പിന്നെ ഞാൻ ഹാർമോണിയം എടുത്ത് ആ പാട്ട് കമ്പോസ് ചെയ്തത്. അതിങ്ങനെയാണ്. അത് ദാസാറാണ് പാടിയിട്ടുള്ളത് കേട്ടോ. ഒരു മിനിറ്റ്. പാപ്പമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ലെങ്കിലും ഞാൻ പാടാം. പാപ്പമേട്ടില് ഞാൻ കരാഞ്ചി നടന്നേ താനീ നാനനാത്ത് ചെയ്യിഞ്ചോ വളം നല്ല കുപ്പി വളം വാങ്ങിത്തരും നാന്, മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാന്. ചൊക്ക ചാമി ഓടിവായോ, 2 കറി കൂട്ടി നല്ല ചോറ് വേപ്പിൽ.
പൈക്കിഞ്ചോ 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 വള നല്ല കുപ്പി വള വാങ്ങിത്തരും നാന് മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാന്. ഈ പാട്ട് കമ്പോസ് ചെയ്ത് അത് ദാസാറാണ് പാടിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദാസാർ ഒരു മുണ്ട് എന്തോ ഉണ്ടായിരുന്നു, തോർത്തുമുണ്ട് പോലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ജോളിയായിട്ട് അദ്ദേഹം ഇത് പാടി പിന്നെ റെക്കോർഡ് ചെയ്തത്. അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര തമാശയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പാട്ട് ഹിറ്റാവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ വീണ്ടും കുറച്ച് പടങ്ങൾ വന്നു തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. ഞാൻ ട്രിവാൻഡ്രത്ത് ചെന്ന അവസരത്തിൽ ഗാനമേളകൾക്കൊക്കെ പോണ കാലഘട്ടത്ത് ഞാൻ അവിടെ ഒരു പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക പതിവാണ്. എടപ്പഴഞ്ഞ് അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ തൊഴുത് നിൽക്കുമ്പോൾ പ്രസാദം തരിക ഒരാളാണ്. അയാൾ മുടിയൊക്കെ വളർത്തുന്ന നല്ല സ്റ്റൈലുള്ള ഒരാൾ. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ പേര് ദാമോദരൻ എന്നാണ് പറഞ്ഞു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ഞാൻ റേഡിയോ സ്റ്റേഷനിലും വയലും വായിക്കാൻ പോവുകയുണ്ട്, ആകാശവാണിയിൽ. അപ്പോൾ ഒരു ദിവസം ആകാശവാണിയിൽ റെക്കോർഡിങ്ങിന് ഞാൻ വയലും വായിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പിന്നെ ഇദ്ദേഹം ഈ ദാമോദരൻ എന്ന് പറഞ്ഞ ആളും വന്നിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഒരു 5-10 ആണുങ്ങളുണ്ടാവും, 5-10 പെണ്ണുങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ ഗ്രൂപ്പ് പാടാനാണ് ഒരു തോളിലൊരു സഞ്ചി ഇട്ടിട്ട് ഈ ദാമോദരൻ നമ്പൂരി വന്നത്. അങ്ങനെ പിന്നെ അപ്പോൾ ജി രാഷ്ട്രനേട്ടൻ, ഉദയഭാനുചേട്ടൻ, അതുപോലെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, പെരുമ്പാവൂർ സാർ എൻ്റെ ഗുരുനാഥനാണ് കേട്ടോ. അങ്ങനെ പെരുമ്പാവൂർ സാറും പിന്നെ രാധാകൃഷ്ണേട്ടനും ഉദയഭാനു സാറൊക്കെ സ്റ്റുഡിയോ വന്നാൽ അവരുടെ കയ്യിൽ ലിറിക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പാടാൻ വരുന്ന ദാമോദരൻ നമ്പൂരിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലിറിക്സ് വാങ്ങി അദ്ദേഹം എന്തെങ്കിലും ചുമ്മാ കുറിച്ച് സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മേലൊക്കെ ആവും ചിലപ്പോൾ എഴുതുണ്ടാവുക. അത് വെച്ച് ഒരു കമ്പോസ് ചെയ്യുന്നു, അത് എല്ലാവരും കൂടെ പാടുന്നു, ഞാൻ എൻ്റെ ഓർക്കസ്ട്രയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം. അങ്ങനെ എനിക്ക് കുടുംബ പുരാണം എന്നൊരു ഫിലിം വന്നു. അത് സത്യേട്ടനാണ്, സത്യൻ അന്തിക്കാടാണ് അതിൻ്റെ ഡയറക്ടർ. അങ്ങനെ സത്യേട്ടൻ എന്നോട് മദ്രാസിക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മദ്രാസ് ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ പിന്നെ ലിറിക്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. അപ്പോൾ ശരി, നമുക്ക് വന്നിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഒരു വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു സഞ്ചൊക്കെ തൂക്കിയിട്ട് വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ദാമോദരൻ നമ്പൂരിയാണ്. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹം ആണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ എനിക്ക് കൈതപ്പുറം എന്നുള്ളത് അദ്ദേഹത്തെ തിരുമേനി എന്ന് വിളിക്കാറായി. അങ്ങനെയാണ് കൈതപ്പുറമാണെന്നുള്ളൊരു നമ്മളാ തിരിച്ചറിയുന്നത്. പിന്നെ നമ്മൾ കെട്ടിപ്പിടിച്ച് പിന്നെ പുള്ളി നല്ല രീതിയിൽ ഈ പാട്ട്, കാരണം ഞാൻ ആദ്യമായി കമ്പോസ് ചെയ്ത പാട്ടാണ് താനാനി താനാനി എന്ന് പറഞ്ഞ പാട്ട് ഞാൻ കുടുംബ പുരാണത്തിലേക്ക് എടുത്തത്. അങ്ങനെ സത്യേട്ടൻ ആ ട്യൂൺ ഇഷ്ടപ്പെട്ടിട്ട് അത് കൈതപ്പുറത്തിനെ കൊണ്ട് എഴുതിക്കായിരുന്നു. കൈതപ്പുറം അത് വളരെ മനോഹരമായി ആ ട്യൂണിൽ പാട്ട് എഴുതി തന്നു. പിന്നെ അതിനകത്ത് തന്നെ തപ്പോ തപ്പോ കണ്ണാടി എന്ന് എന്തോ പറഞ്ഞൊരു പാട്ടുണ്ട്. അതൊരു ഫോക്ക് ടച്ചുള്ള പാട്ട്. അത് ആദ്യമായിട്ട് ഞാൻ അതാണ് ചെയ്തത്, ഒരു ഫോക്ക് ടച്ചുള്ള പാട്ട്. സോറി അതല്ല, അതിന് മുന്നേ ഞാൻ മാമരകൾക്ക് അപ്പുറത്ത് ചെയ്തിരുന്നു. അതിനകത്തും ഫോക്ക് ടച്ചിലൊരു പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടുകളെല്ലാം ഹിറ്റായി. പിന്നെ കുറച്ച് എനിക്ക് പടങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അതിൽ കുറേ പടങ്ങൾ കഴിഞ്ഞു. സാന്ത്വനം എന്നൊരു പടം, അതിന് മുന്നേ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ പടത്തിൽ റീ റെക്കോർഡിങ് ഞാനാണ് ചെയ്തത്. അപ്പം മദ്രാസിലായിരുന്നു എൻ്റെ AVMലായിരുന്നു അതിൻ്റെ റീ റെക്കോർഡിങ്. അങ്ങനെ അതിനകത്തൊരു തീം മ്യൂസിക് ഉണ്ട്. അത് പിന്നെ കവിയൂർ പൊന്നമ്മ ചേച്ചി ആണ് അമ്മയുടെ റോള് ചെയ്യുന്നത്, മോഹൻലാലിൻ്റെ അമ്മയുടെ റോള് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടനെ കാണുമ്പോൾ ഈ അമ്മയും മകനുള്ള തീമാണത്. ഈ അമ്മ മകനെ കാണുമ്പോഴും മകൻ അമ്മയെ കാണുമ്പോഴും അവർ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു തീം മ്യൂസിക്കാണത്.
ദിന ദിന ദാന ദന ദിന ദന ദാന ദിന ദനന ദനന ദനനാനി തീരാ ദേ 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 ദിരി ദേ ദേ ദിരി ദേ തേരെ ദാരി ദദ ദന ദേ നാനേ തേരെ ദാരി ദദ. അങ്ങനെ സിബിക്ക് ഈ ട്യൂൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിബി അത് ഓർത്ത് വെച്ചു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സിബി എന്നെ വിളിച്ചു, മോഹൻ നമ്മൾ വേറെ പടം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ സാന്ത്വനം എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അത് ആലുവ പാലസിലായിരുന്നു അതിൻ്റെ കമ്പോസിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പനിയടിച്ചിരിക്കുകയായിരുന്നു. സിബിനോട് പറഞ്ഞു, സിറ്റുവേഷനൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു താരാട്ടാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ താരാട്ട് പല ടൈപ്പൊക്കെ ഉണ്ടാക്കി നോക്കി, പക്ഷേ എനിക്കവിടെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോയി. അമ്മയുടെ മടിയിൽ ഞാൻ വിശന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങണതും, അപ്പോൾ അമ്മ എനിക്ക് എന്തൊക്കെയോ മൂളിത്തരുന്നൊരു ഫീല്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഉണ്ണിവാവോ എന്ന പാട്ടുണ്ടാക്കിയത്. അതിന് എന്താ പറയുക, ഭയങ്കര എൻ്റെ ലൈഫായിട്ട് ഒരു ടച്ചുള്ള പാട്ടാണത്. ഉണ്ണിവാവോ പൊന്നുണ്ണി വാവോ ഉണ്ണിവാവോ പൊന്നുണ്ണി വാവോ നീലപ്പീരിക്കണ്ണും കൂട്ടി ഊഞ്ചലാടാലോ നീലപ്പീരിക്കണ്ണും കൂട്ടി ഊഞ്ചലാടാലോ കയ്യിൽ ഊഞ്ചലാടാലോ ഉണ്ണി വാവോ വാവേ വാവോ ഈ പാട്ട് കമ്പോസ് ചെയ്തു. സിബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ട്യൂണ്. അങ്ങനെ കൈതപ്രമാണ് അതിൻ്റെ ലിറിക്സ് എഴുതി. അപ്പോൾ കൈതപ്രത്തിനെ വിളിച്ചു. കൈതപ്രം അതിമനോഹരമായി എല്ലാ അമ്മമാർക്കും പാടാൻ പറ്റുന്ന വളരെ ലളിതമായ വാക്കുകളെ കൊണ്ട് ആ പാട്ട് അതിഗംഭീരമാക്കിച്ചു. അതിനുശേഷം സിബി പറഞ്ഞു, ഇങ്ങനെ ഒരു വീണ വായിച്ച് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ മോഹൻജി, നമുക്ക് നമ്മുടെ സാന്ത്വനത്തിലെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ തീം മ്യൂസിക് ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് ആക്ച്വലി വിട്ടുപോയി. അപ്പോൾ സിബി പതുക്കൊന്നും ഉള്ള ഇതിൽ ചെറുതായിട്ട് മൂളി തന്നു. അങ്ങനെ ശരി എന്നും പറഞ്ഞിട്ടാണ് പിന്നെ സ്വരകന്യകന്മാർ വീണമീട്ടുകയായി എന്ന് പറഞ്ഞ പാട്ട് എടുത്തത്. ആ പാട്ട് പിന്നെ ചിത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ ആ രണ്ട് പാട്ടും പടത്തിൽ വളരെ ഹിറ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടായി മാറി. ആ രണ്ടുപേരും ഞാൻ പാടാം, പക്ഷേ വാക്കുകളൊന്നും എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥ തേടി വന്നു താനന താനധന സുഹൃതവനിയിലാരോ പാടി ധാരാതെ ധാരാതെ സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി. ഇത് മദ്രാസിൽ AVM-C എന്ന തിയേറ്ററിലാണ് ഇതിൻ്റെ റെക്കോർഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ണി വാവോ എടുത്തു. സെക്കൻഡ് പാട്ട് പിന്നെ ഇന്നത്തെ പോലെയല്ല, അന്ന് ഒരു ദിവസം 2-3 പാട്ടൊക്കെ എടുക്കും. അത് ആദ്യത്തെ പാട്ട് രാവിലെ എടുത്തു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ സ്വരകന്യകന്മാർ എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ എല്ലാം നോട്ട്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞാൻ കൺസോൾ റൂമിലിരുന്നു.
ശരി, ഓരോരുത്തർ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് വായിച്ച് ബാലൻസ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പാട്ട് അന്ന് ട്രാക്ക് ആരോ പാടുന്നു, എനിക്ക് ഓർമ്മയില്ല, ആരാണെന്ന് ഓർമ്മയില്ല. ട്രാക്ക് പാടുന്നു. ട്രാക്ക് പാടുന്നപ്പോൾ ടേക്ക് ടൈമിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുന്നു, എന്തോ താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിക്കുന്നു, ആരൊന്നും മിണ്ടല്ല. വീണ്ടും ടേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും 1 2 3 4 പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. വീണ്ടും ആ സമയത്ത് വീണ്ടും കട്ടക്കട എന്ന് പറഞ്ഞ് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു. അത് ഞാൻ പതുക്കെ നിർത്തിയിട്ട് ഞാൻ കയറി പിന്നെ കൺസോൾ റൂമിൽ ഒന്ന് ഇറങ്ങി പിന്നെ ബൂത്തുകളിൽ പോയി നോക്കുമ്പോൾ ഒരാൾ എന്താ പറയുക, ഈ ടൈമിങ് വായിക്കുന്ന ആൾ അടിച്ച് ഫിറ്റാണ്. അയാൾക്കൊരു ബോധമല്ല. അയാൾ ഇങ്ങനെ ഇവരുടെ കൂടെ തബലിസ്റ്റ്മാരുണ്ട്, അവർ 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇയാൾ ഇരുന്നിട്ട് ഇയാൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല, ചിലങ്ക പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അയാളാണ് ഇതൊക്കെ റെക്കോർഡിംഗ് ടൈമിൽ ഇയാളുടെ കയ്യിൽ നിന്ന് താഴെ വീഴാണ്. അങ്ങനെ അയാളിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ടാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. ആ പാട്ട് അന്ന് വളരെ ഹിറ്റായി, എല്ലാവർക്കും വളരെ നല്ലൊരു പാട്ടായെന്ന് പറഞ്ഞു. അത് കാരണം വളരെ സന്തോഷമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. കാരണം ഈ പാട്ട് ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉള്ള ഒരു കാലം. അപ്പോൾ നമ്മുടെ പാട്ട് ഇങ്ങനെ ഹിറ്റാവുന്ന വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കാര്യം വിട്ടുപോയി. ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും നമ്മൾ പങ്കുവെക്കുകയാണല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകുന്ന അറിയാണ്ട് വിട്ടുപോവാണ്. ഞാൻ പണ്ട് പ്രോഗ്രാംസ് എന്നൊക്കെ സ്കൂൾ പഠനകാലത്താണ്. ആ കാലത്ത് ഗാനമേളയ്ക്ക് പോകുമായിരുന്നു. പിന്നെ അതുപോലെ ഈ കഥാപ്രസംഗത്തിന്, അതുപോലെ നാടകങ്ങൾക്ക്, നാടകങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഉത്സവത്തിൽ ഒരു അമേച്ചർ നാടകം, അതിനകത്ത് ആണ് പെണ്ണായിട്ടൊക്കെ അഭിനയിക്കുന്നൊരു നാടകമാണ്. ആ നാടകത്തിൽ പിന്നെ ഭയങ്കരമായിട്ട് സ്റ്റൈലിൽ ഞങ്ങൾ പിന്നെ അഭിനയിക്കുന്നു. ഞാൻ നല്ല ഇതിൽ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ രസമായിട്ട് പോകുന്ന സമയത്ത് ബാക്കിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, എന്താ ബഹളമൊക്കെ കേൾക്കുന്നു. അങ്ങനെ നാടകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കറക്റ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഓരോരുത്തരിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഈ സ്റ്റേജിലേക്ക് ഓടിക്കയറി വരികയും എൻ്റെ കയ്യിൽ നിന്നുള്ള വയലിന് താഴെ വീഴുകയും ഞാൻ ഇതെങ്ങനെയൊക്കെ വയലിന് എടുത്ത് അവിടുന്ന് വയലിന് കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നു. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വരികയാണ്. അത് വയലിൻ കൊണ്ട് അന്നത്തെ ടാക്സിൽ കയറി ഒളിച്ചിരുന്നു. കാരണം ഇവിടെ ഭയങ്കര അടിയാണ് നടക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് അടി കിട്ടുന്നുണ്ടായിരുന്നു. അത് കുപ്പിയോണ്ടൊക്കെ എടുത്ത് എറിഞ്ഞിരുന്നത്. അങ്ങനെ അതിപ്പോൾ ഓർക്കുമ്പോൾ പേടിയാവുക. ട്രിവാൻഡ്രത്ത് തരങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് നമ്മുടെ MG രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ അദ്ദേഹം എനിക്ക് പിന്നെ പാട്ട് പറഞ്ഞുതരും. അത് ഞാൻ വെസ്റ്റേൺ നോട്ട്സിൽ എഴുതിയെടുക്കും. പിന്നെ അതിൻ്റെ ഓർക്കസ്ട്രയും കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഏകനാണ് എന്ന പടത്തിൻ്റെ അതിലൊരു നല്ലൊരു പാട്ടുണ്ട്, ഓ മൃദുലേന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. അത് ഇങ്ങനെയാണ്. ഓ മൃദുലേ ഹൃദയമുരളിലൊഴുകിവാ, ഹൃദയമുരളിലൊഴുകിവാ. പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സാറിന് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ എന്ന ഫിലിമിലാണ് അത്. പിന്നെ മേഘം പൂത്തു തുടങ്ങി ദാന 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 മേഘം പൂത്തുടങ്ങി അതിന് തന്നെ വേറൊരു നല്ലൊരു പാട്ടുണ്ട്. കണ്ണീ
തന്ന 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 തന താന നിധി. അയ്യോ, എനിക്ക് ട്യൂണൊക്കെ മറന്നുപോയി. ഒരു ചിത്തപ്പാടി നല്ലൊരു പാട്ടുണ്ട്, സാറിന് നല്ലൊരു പാട്ടത്. 1987 തോന്നുന്നു, വർഷങ്ങൾ പോയതറിയാതെ എന്നൊരു ഫിലിം ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പോലെ എനിക്കും ഒരു ട്രാജഡി പറ്റിയിരിക്കുന്നൊരു സമയമാണ്. എനിക്കൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിരാശനായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ട് കമ്പോസിങ്ങിന് വന്നത്. അപ്പോൾ മോഹൻ രൂപാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ മോഹൻ രൂപ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു പാട്ട് നമുക്ക് ഉണ്ടാക്കണം, നല്ല ലവ് സോങ്ങാണ് നമുക്ക് വേണ്ടത്. പിന്നെ ലിറിക്സൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കോട്ടക്കൽ കുഞ്ഞു മൊയ്തീൻ എന്ന് പറഞ്ഞ ഒരാളാണ്, പുതിയ ആളാണ്, നമുക്ക് നോക്കുക, അയാൾ നന്നായി എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വരികളാണ്. അപ്പോൾ ആ വരികൾക്ക് നല്ല ട്യൂൺ തന്നെ വേണം.